ശ്രീ ഷഫീർ, താങ്കൾ ഈ ചർച്ചയിൽ ഇപ്പോ ശ്രീ വിനുവിനോട് ചോദിച്ചത് ആരാ പരാതിക്കാരി, അവരുടെ പേരെന്താ എന്നാണ്. യൂത്ത് കോൺഗ്രസിന്റെ അധ്യക്ഷ പദവിയിൽ നിന്ന് ശ്രീ രാഹുൽ മാങ്കൂട്ടത്തിലിനെ മാറ്റാൻ ശ്രീ വി ഡി സതീശൻ തീരുമാനമെടുക്കുമ്പോൾ അദ്ദേഹം പറഞ്ഞിരുന്നു ഒരു പരാതി കിട്ടിയിട്ടുണ്ടെന്ന്. ആരാ പരാതിക്കാരി, അവരുടെ പേരെന്താ എന്നീ രണ്ട് ചോദ്യം താങ്കൾക്ക് ശ്രീ സതീശനോട് ചോദിക്കാമായിരുന്നു. ചോദിച്ചോ? സതീശൻ പറഞ്ഞത് എന്താണെന്ന് താങ്കൾക്ക് ഈ ചർച്ചയിൽ പറയാമോ, പറയാൻ കഴിയുമോ? അപ്പോ ശ്രീ വിനുവിനോട് ചോദിക്കുന്നതല്ല, ഒരു തീരുമാനമെടുത്തിരിക്കുന്ന കോൺഗ്രസിന്റെ പ്രതിപക്ഷ നേതാവിന് കൃത്യമായിട്ട് ആരാണ് പരാതിക്കാരി എന്നറിയാം, അവരുടെ പേരെന്താണെന്ന് അറിയാം, അവരോട് അദ്ദേഹത്തിനുള്ള ബന്ധം വ്യക്തിപരമായിട്ട് എന്താണ് എന്നതിനെ പറ്റി അദ്ദേഹത്തിന് അറിയാം. അപ്പോൾ കോൺഗ്രസ് പാർട്ടിയിൽ കിട്ടാത്ത ഒരു ചോദ്യം ഒരു ചർച്ചയിലെ അവതാരകനോട് ചോദിക്കുന്നതുകൊണ്ട് കാര്യമുണ്ട് എന്നെനിക്ക് തോന്നുന്നില്ല. ഇവിടെ ഒരു പ്രശ്നം, താങ്കൾ പറയുന്നത് ഞാൻ ശ്രദ്ധിച്ചു, പക്ഷെ താങ്കൾ പലപ്പോഴും പറഞ്ഞ് കോൺഗ്രസിന്റെ ഒഫീഷ്യൽ പൊസിഷനിൽ നിന്ന് മാറി പലപ്പോഴും ശ്രീ രാഹുൽ മാങ്കൂട്ടത്തിലിനെ ന്യായീകരിക്കുന്നത് പോലെയാണ് ആൾക്കാർക്ക് തോന്നുക. ഞാൻ ന്യായീകരിച്ചിട്ടില്ല. ഒരു സെക്കൻഡ്, ഇത് കാണുന്നവർക്ക് തോന്നുക എന്നാണ് ഞാൻ പറഞ്ഞത്, ആരോപണമല്ല. ഞാനടക്കം ഈ ചർച്ചയിലുള്ള ആൾക്കാർക്ക് അങ്ങനെയാണ് തോന്നുക. അതുകൊണ്ട് തന്നെ ഞാൻ താങ്കളെ ഒന്ന് ഓർമ്മിപ്പിക്കുകയാണ്. കഴിഞ്ഞ ദിവസം യൂത്ത് കോൺഗ്രസിന്റെ അധ്യക്ഷ പദവിയിൽ നിന്ന് രാജിവെക്കുന്ന സമയത്ത് ശ്രീ രാഹുൽ മാങ്കൂട്ടത്തിൽ പറഞ്ഞത് താങ്കൾ ഒന്നുകൂടി കേൾക്കണം. തന്റെ സഹപ്രവർത്തകർക്ക് തന്നെ ന്യായീകരിക്കേണ്ട ബാധ്യത താനായിട്ട് ഉണ്ടാക്കുന്നില്ല എന്നാണ് രാഹുൽ പറഞ്ഞത്. പക്ഷേ ഇപ്പൊ താങ്കൾ അത് ചെയ്യുന്നതായിട്ടാണ് നമുക്ക് തോന്നുന്നത്. അതായത് താങ്കളുടെ ന്യായീകരണം വേണ്ട എന്ന് അദ്ദേഹം നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ട്. പിന്നെ എന്തിനാണ് നമ്മൾ ന്യായീകരിക്കുന്നത് എന്നുള്ളതാണ് ചോദ്യം. ഇനി ആ ശബ്ദ സംഭാഷണവുമായി ബന്ധപ്പെട്ട് താങ്കൾ ചോദിച്ചു. ഞാൻ ചോദിക്കുന്നത്, ആ ശബ്ദം രാഹുലിന്റേതാണോ എന്ന് ഞാൻ ശ്രീ ഷഫീറിനോട് ചോദിക്കുന്നില്ല. പക്ഷെ ആ ശബ്ദം രാഹുലിന്റേതല്ല എന്ന് താങ്കൾക്ക് ബോധ്യമുണ്ടോ? താങ്കൾക്ക് അങ്ങനെ ഒരു ബോധ്യമുണ്ടെങ്കിൽ ആ ശബ്ദം രാഹുലിന്റേതല്ല എന്നൊരു സ്റ്റേറ്റ്മെന്റ് ഈ ചർച്ചയിൽ നടത്താൻ കഴിയുമോ? ആ ഓഡിയോ ക്ലിപ്പ് ഫാബ്രിക്കേറ്റഡ് ആണ് എന്ന് പറയാനായിട്ട് കഴിയുമോ? അതിലെ സ്ത്രീ പറയുന്നത് നുണയാണ് എന്ന് പറയാനായിട്ട് കഴിയുമോ? അവരുടെ ശബ്ദം ഓൾട്ടർ ചെയ്തിട്ടുള്ളത് കൊണ്ട് അത് വ്യാജമായിട്ടുള്ള ഒരു ആരോപണമാണ് എന്ന് പറയാനായിട്ട് കഴിയുമോ? താങ്കൾക്ക് കഴിയില്ല എന്ന് എനിക്ക് ഉറപ്പാണ്. അതിനർത്ഥം ഇവിടെ ഒരു സംശയമുണ്ട് എന്നാണ്. ആ സംശയം ആരെ ഫേവർ ചെയ്യുന്നു? രാഹുൽ മാങ്കൂട്ടത്തിലിനെ ഫേവർ ചെയ്യുന്നില്ല. രാഹുൽ മാങ്കൂട്ടത്തിൽ പരസ്യമായിട്ട് പലപ്പോഴും പറഞ്ഞിട്ടുള്ളത് താൻ എന്ത് തരത്തിലുള്ള രാഷ്ട്രീയക്കാരനാണ് എന്ന് അദ്ദേഹം പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ സോഷ്യൽ മീഡിയയിൽ അടക്കം അത് കൊടുത്തിട്ടുണ്ട്. താൻ ഒരു നെഹ്റുവിയനാണ് എന്നാണ് പറയുന്നത്. അതായത് നെഹ്റുവിന്റെ ആദർശങ്ങളെ പിന്തുടരുന്ന ഒരാളാണ് എന്നാണ് അദ്ദേഹം പറയുന്നത്. ഒരു പടി കൂടി കടന്ന് പലപ്പോഴും താൻ ഒരു നെഹ്റുവിയൻ സോഷ്യലിസ്റ്റ് ആണ് എന്നുകൂടി അദ്ദേഹം പറയാറുണ്ട്. 1956 ടി കൃഷ്ണമാചാരി എന്ന തന്റെ ധനകാര്യ മന്ത്രി രാജിവെക്കുന്ന സമയത്ത് അതൊരു ആരോപണത്തിനെ തുടർന്നാണ്. നമുക്കെല്ലാം അറിയാം, ഹരിദാസ് മുന്ദ്ര കേസ്. ആ ആരോപണം ഉണ്ടാകുന്ന സമയത്ത്, രാജിവെക്കുന്ന സമയത്ത് ആ രാജി സ്വീകരിച്ചുകൊണ്ട് ഒരു പൊതുപ്രവർത്തകൻ പബ്ലിക് ലൈഫിൽ പുലർത്തേണ്ടുന്ന മാന്യതയെക്കുറിച്ച് ജവഹർലാൽ നെഹ്റു പറഞ്ഞിരിക്കുന്നത് എന്താണ്? ഇൻ മാറ്റേഴ്സ് ഓഫ് പബ്ലിക് ലൈഫ് ഈവൻ സസ്പീഷൻ ഹാസ് ടു ബി അവോയ്ഡഡ്. സംശയം ഉണ്ടാകരുത് ഒരു പൊതുപ്രവർത്തകന് പൊതുജീവിതത്തിൽ എന്ന് പറഞ്ഞിരിക്കുന്നത് നെഹ്റുവാണ്. ഞങ്ങളുടെ തീരുമാനം CPM എന്ത് ചെയ്തു, BJP എന്ത് ചെയ്തു എന്നല്ല തീരുമാനം. കോൺഗ്രസിനൊരു തീരുമാനം. ഇത്തരം കാര്യങ്ങളിൽ വിട്ടുവീഴ്ചയില്ലാത്ത തീരുമാനം, വിട്ടുവീഴ്ചയില്ല. ഞാൻ എല്ലാവരോടും പറയുന്നു, ആരോപണം ഉന്നയിക്കുന്ന സ്ത്രീകൾക്കെതിരായി, ഓരോ സ്ത്രീക്കുമെതിരായിട്ട് ഒരു സമൂഹ മാധ്യമത്തിലൂടെ ഒരു പ്രചരണം ആരും നടത്തരുത്, ഒരു UDF പ്രവർത്തകരും നടത്തരുത്. നിങ്ങൾ നോക്കിക്കോ, ഇതിന്റെ അകത്ത് കേരളത്തിലെ കോൺഗ്രസ് ഇതിൽ നിന്നെല്ലാം വേറിട്ട് നിൽക്കുന്ന ഒരു വലിയ പ്രസ്ഥാനമാണെന്ന് നിങ്ങളെ കൊണ്ട് തന്നെ ഞങ്ങൾ പറയും.